സർ, ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് വന്നിട്ട് ഒരു വർഷം തികയാണ്. ഒക്ടോബർ 7 നാളെയാണ്. അപ്പോൾ ഈ ഒക്ടോബർ 7 എന്ത് സംഭവിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഇസ്രയേൽ കനത്ത തിരിച്ചടി കൊടുക്കുമോ? ഇറാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇസ്രയേലിനെ ഒന്ന് ചൊറിഞ്ഞിട്ടും ഇസ്രയേൽ സൈലൻ്റായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത്, പതുങ്ങി നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആർക്കും സംശയം തോന്നിക്കൂടെ? ഇസ്രയേൽ അങ്ങനെ പതുങ്ങി നിൽക്കുന്നതല്ല. എന്താണെന്ന് വെച്ചാൽ ഇസ്രയേലിൽ ഈ പുതുവത്സര ആഘോഷം ആണ്, അത് ഇന്ന് അവസാനിക്കും. റോഷ് ഹെഷ്നെ എന്ന് പറയുന്ന പുതുവത്സര ആഘോഷം. ആ സമയത്ത് സാധാരണഗതിയിൽ ഇസ്രയേൽ അവിടെ ആഘോഷങ്ങളൊക്കെയാണ് ആളുകളുടെ. അപ്പോൾ ആ ഒരു ആഴ്ചത്തെ കാത്തിരിപ്പ് ഈ കഴിഞ്ഞ ഒരാഴ്ച അതിപ്പോൾ അവസാനിക്കുകയാണ് നാളെ. അപ്പോൾ അതുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും ജൂത കേന്ദ്രങ്ങൾക്ക് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രയേലിൻ്റെയും ഇറാൻ്റെയും കാര്യമല്ല ഞാൻ പറയുന്നത്. ഉദാഹരണത്തിന് അമേരിക്കയിൽ വലിയ മുന്നറിയിപ്പുകൾ രാഷ്ട്രം നൽകിക്കഴിഞ്ഞു. ജൂത മുസ്ലിം രണ്ടും സ്ഥാപനങ്ങൾക്ക് സുരക്ഷ. അത് ഈ മതകേന്ദ്രങ്ങൾ, ജൂയിഷ് സെൻറ്റർ, മുസ്ലിം സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ് കാണും, സിനഗോഗ്, മോസ്ക്, ഇങ്ങനത്തെ സ്ഥലങ്ങൾക്കെല്ലാം സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഇറാൻ്റെയോ ഇസ്രയേലിൻ്റെയോ ഒക്കെ ഈ ഹിസ്ബുല്ല, ഹമാസ്, ഇങ്ങനത്തെയൊക്കെ മൊസാദ്, ഇങ്ങനത്തെ ഒന്നും അല്ലാത്ത സംഘടനകളിലൊന്നും പെടാത്ത ആളുകൾ, അവരെയാണ് ഈ ലോൺ വോൾസ് എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് നടക്കുന്ന ഒറ്റയാൻ ചെന്നായ എന്ന് പറയാം. ഈ തന്നെത്താനെ വികാരം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വെടിവെക്കുക, 5-6 പേരെ കൊല്ലുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ കണ്ടില്ലേ, ബ്രിട്ടനിലൊക്കെ കണ്ടില്ലേ അടുത്ത കാലത്ത്. അപ്പം അങ്ങനെ ഒക്കെയുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള കരുതലൊക്കെ അമേരിക്ക എന്നുള്ള റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രഞ്ച് പ്രസിഡൻറ്റ് മാക്രോൺ ഇന്നലെ പറഞ്ഞു, ഈ ആഗോളമായിട്ട് തന്നെ ഇസ്രയേലിനെതിരെ ഒരു ആംസ് എംബാർഗോ, അതായത് ഉപരോധം, ആരും ആയുധം കൊടുക്കരുത്, ഒരു ആയുധ ഉപരോധം ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഏർപ്പെടുത്തണം എന്ന്. അത് ഫ്രാൻസ് പറഞ്ഞത് അപ്രതീക്ഷിതമായിരുന്നു. ഫ്രാൻസ് ഒരു പക്ഷേ പറഞ്ഞത് ഈ 21 ദിവസം വെടിനിർത്തൽ എന്ന് പറഞ്ഞിട്ട് ഐക്യരാഷ്ട്ര സഭയുടെ ഒരു പ്രമേയമൊക്കെ കൊണ്ടുവരുന്നത് ഫ്രാൻസ് ആയിരുന്നു. അമേരിക്ക ആ സമയത്ത് ശരിയെന്നൊക്കെ ഫ്രാൻസിനോട് പറയുകയൊക്കെ ചെയ്തിരുന്നു. അത് കേട്ടപാടെ നിരസിച്ചു കഴിഞ്ഞല്ലോ ഇസ്രയേല്. അപ്പോൾ ഒരു ഈഗോ പ്രശ്നമൊക്കെ അവർക്കിടയിൽ വന്ന് കാണും. എന്തായാലും മാക്രോൺ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് എന്താ പറയുക, അന്തസ്സില്ലാത്ത നിലപാടായിപ്പോയി എന്ന് നെതന്യാഹു തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ തലേന്ന് വന്നിരിക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത് അങ്ങനെയാണ്. പിന്നെ ഇസ്രയേലിൻ്റെ ആർമി ചീഫ് ഹെർസി ഹലേവി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ആക്രമണങ്ങൾ ഇപ്പോൾ ലെബനനിൽ, തെക്കൻ ലെബനനിലാണ് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വടക്കൻ ലെബനനിൽ കഴിഞ്ഞ ദിവസം ആക്രമണം തുടങ്ങി. ട്രിപ്പോളിയിൽ ആക്രമണം നടത്തി. തുറമുഖ നഗരമാണത്. അവിടെ ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല, ഈ ഹിസ്ബുല്ലയുടെ പട്ടാള മേധാവി, അദ്ദേഹത്തിൻ്റെ ഭാര്യ, 2 പെൺമക്കൾ, അവരെയൊക്കെ കൊന്നു. പിന്നെ മറ്റേ അടുത്ത പിൻഗാമിയാകേണ്ട ആള് വീണ്ടും മരിച്ചുപോയി, അല്ല ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നല്ലല്ലോ പറയണ്ട, കൊല്ലപ്പെട്ടു എന്നുള്ള സംശയം വരുന്ന റിപ്പോർട്ടുകൾ ഇന്ന് രാവിലെ ഞാൻ കണ്ടു. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, അതിൽ അനിശ്ചിതത്വം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ വെള്ളിയാഴ്ചത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കാരണം അദ്ദേഹത്തിനെ പറ്റി ഒരു വിവരമില്ല. അപ്പോൾ ആ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇസ്രയേലിൻ്റെ പ്രസിഡന്റ് ഐസക് ഹെർസാഗ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇറാൻ്റെ വലിയ ഭീഷണി നിലനിൽക്കുന്നുണ്ട്, അപ്പോൾ തിരിച്ചടിച്ചിരിക്കും എന്ന് അദ്ദേഹവും ഇന്നലെ പറയുകയുണ്ടായി. ഇത്രയുമൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരിക്കുന്നത്. ഇനി ഇസ്രയേലിൻ്റെ ആക്രമണം എന്തായാലും നാളെ നിർത്തിവെക്കാനൊന്നും പോകുന്നില്ല, അത് രൂക്ഷമാകും എന്നുള്ള പ്രതീക്ഷയാണ് ഈ വാർഷികത്തിന്. ചിലപ്പോൾ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പോലും ലോകരാജ്യങ്ങൾക്കുണ്ട്. ഈ ഒക്ടോബർ 7 എന്ന് പറഞ്ഞാൽ
ഹമാസ് തെരഞ്ഞെടുത്ത ദിവസമായിരുന്നു ഒക്ടോബർ 7 കഴിഞ്ഞ കൊല്ലം. എന്താണെന്ന് വെച്ചാൽ ഒക്ടോബർ 7 ഈ യോം കിപ്പർ വാർ എന്ന് പറഞ്ഞ ആ യുദ്ധത്തിൻ്റെ 50-ാം വാർഷികമായിരുന്നു ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചത്. അപ്പോൾ യോം കിപ്പർ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ദിവസമാണ്, ജൂത കലണ്ടറിലെ വിശുദ്ധ നാൾ ആണ്. അപ്പോൾ അങ്ങനൊരു വിശുദ്ധ നാൾ തിരഞ്ഞെടുത്തിട്ടാണ്, അതിനാണ് യോം കിപ്പർ എന്ന് പറയുന്നത്. ഈജിപ്തും സിറിയയും എല്ലാം കൂടി ഇസ്രയേലിനെ വളഞ്ഞിട്ട് ആക്രമിച്ച യുദ്ധമാണ് യോം കിപ്പർ യുദ്ധം എന്ന് പറയുന്നത് 1973. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ 1967 യുദ്ധത്തിൽ നാണം കെട്ട തോൽവി ഈ അറബ് രാജ്യങ്ങൾക്കുണ്ടായിരുന്നു. ഈജിപ്ത് സിറിയ നേതൃത്വത്തിലുള്ള സഖ്യരാജ്യങ്ങൾക്ക് വലിയ തോൽവി ഉണ്ടായിരുന്നു. അപ്പോൾ 1967 ആ നാണക്കേടിന് പകരം എന്നുള്ള നിലയ്ക്കാണ് ഈ യോം കിപ്പർ വാർ 6 കൊല്ലം കഴിഞ്ഞ് 1973 തുടങ്ങിയത്. അതിൻ്റെ 50-ാം വാർഷികമായിരുന്നു. അപ്പോൾ 1973 യോം കിപ്പർ വാറിലും തോറ്റുപോയി. അന്ന് ഇസ്രയേലാണ് ജയിച്ചത്. ഇസ്രയേലിൻ്റെ കൂടെ അമേരിക്ക ഉണ്ടായിരുന്നു. അമേരിക്ക എപ്പോഴും ഉണ്ട് ഇസ്രയേലിൻ്റെ കൂടെ തന്നെ. നമ്മൾ ഈ അയൺ ഡോം എന്നൊക്കെ പറഞ്ഞ് ചർച്ചയൊക്കെ നടത്തുമ്പോഴും ഇതൊക്കെ തടയാനായിട്ട് അമേരിക്ക, പിന്നെ അമേരിക്കയുടെ സേനാ മേധാവി കഴിഞ്ഞ മാസം ഇസ്രയേലിൽ പോയിരുന്നല്ലോ, വെറുതെ പോകുന്നല്ലോ അല്ല. അപ്പോൾ ഒക്ടോബർ 10, 1973 ഈ അറബ് രാജ്യങ്ങൾ കീഴടങ്ങുമ്പോൾ നമ്മൾ ശരിക്കും നോക്കിയാൽ ഒരു ചിത്രം കാണാം. ഈ സിറിയൻ ഭടന്മാർ നിലത്തിങ്ങനെ കുത്തിയിരുന്നിട്ട് കൈകൾ ഇങ്ങനെ മുകളിലേക്ക് പൊക്കിയിട്ട് കീഴടങ്ങുന്നൊരു ചിത്രമുണ്ട്. അത് ലോകത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു ചിത്രമാണ്. ഈ ഭടന്മാരിങ്ങനെ ഒരു യുദ്ധമേഖലയിൽ നിരന്നിരുന്നിട്ട് മുട്ടുകുത്തി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നിരന്ന് നിന്നിട്ടൊന്നുമല്ല, പലരും പലതായിട്ട് ഇങ്ങനെ മുകളിലേക്ക് കൈപൊക്കി നിൽക്കുന്നത്. പരാജയം സമ്മതിച്ചു. അതൊരു വല്ലാത്ത ചിത്രമാണ്. നമ്മൾ മറക്കുമെങ്കിലും ഇത് കൊണ്ടവൻ മറക്കില്ലല്ലോ. അപ്പോൾ ആ ഓർമ്മ കീഴടങ്ങി ഇങ്ങനെ കാൽകുത്തി കൈപൊക്കുന്ന ചിത്രം അവരുടെ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ടാണ് എപ്പോഴും ഈ പകരം വീട്ടാനായിട്ട് ഈ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവർ. അപ്പോൾ ഒക്ടോബർ 7 കഴിഞ്ഞ കൊല്ലം 50-ാമത്തെ വാർഷികമായിരുന്നു ഈ നാണം കെട്ട തോൽവിയുടെ. അപ്പോഴാണ് ഈ ആക്രമണം ഹമാസ് മറ്റേ ഇറാൻ്റെ ഒക്കെ പിന്തുണയോടുകൂടി നടത്തിയത്. ഇപ്പോൾ ആ നിഴൽ യുദ്ധങ്ങൾ ഇറാൻ്റെ ഹിസ്ബുള്ളയും ഹമാസിനെയൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഉള്ളത് അത് മാറിയിട്ട് ഇപ്പം നേരിട്ടായി. അതാണ് കഴിഞ്ഞ 2023 ഒക്ടോബർ 7 ശേഷം ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടല്ലോ ലോകത്തിന്. ഇപ്പോൾ ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധം നേരിട്ടായി. അതാണ് ആ നിഴൽ യുദ്ധം അവസാനിച്ചിട്ടുള്ള നേർക്കുനേർ പോരാട്ടമായി പോരാട്ടമായി ലോക ശ്രദ്ധയിൽ. ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നടക്കുന്നുണ്ട്, പക്ഷെ ലോകം അതല്ല കാര്യമായിട്ട് നോക്കുന്നത്. ഈ മിഡിൽ ഈസ്റ്റിലെ ഈ ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ് ലോകത്തിനെ വലുതായി ഈ ഭാഗത്തൊക്കെ ബാധിക്കുക. മറ്റേത് യൂറോപ്പിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഒക്ടോബർ 7 1973 യുദ്ധം തുടങ്ങിയത്. ഈജിപ്തും സിറിയയും ചേർന്ന ആ ദിവസം ഇസ്രയേലിനെ ആക്രമിച്ചു. അതിന് 4ാം അറബ് ഇസ്രയേൽ യുദ്ധം എന്നും പറയാറുണ്ട്. എന്നിട്ട് ഒക്ടോബർ 26 വരെ, ഈ ഒക്ടോബർ 7 1973 യോം കിപ്പർ വാർ തുടങ്ങിയല്ലോ, അത് ഒക്ടോബർ 26 വരെ നീണ്ടു. എന്ന് പറഞ്ഞാൽ 19 ദിവസം ആയിരുന്നു ആ യുദ്ധം. എന്നിട്ട് ഇസ്രയേൽ US സഹായത്തോടു കൂടി ജയിച്ചു. എന്നിട്ട് ക്യാമ്പ് ഡേവിഡ്, അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ക്യാമ്പ് ഡേവിഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഉടമ്പടിയിൽ ഒപ്പിട്ടു. അങ്ങനെ ഇസ്രയേലും ഈജിപ്തും തമ്മിൽ 30 കൊല്ലമായിട്ട് നിലനിന്ന ശത്രുത ആ ഉടമ്പടിയോടുകൂടി അവസാനിച്ചു എന്നാണ് കരുതിയിരുന്നത്. ഈജിപ്ത് പിന്നീട് ഇറങ്ങിയിട്ടൊന്നുമില്ല ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട്. 2020 അറബ് രാജ്യങ്ങളും ഇസ്രയേലും തമ്മിൽ കച്ചവടം, സമാധാനം, ഇത്തരം എബ്രഹാം ഉടമ്പടികൾ എന്ന് പറഞ്ഞ ഉടമ്പടികൾക്കും മുതിർന്നു. കഴിഞ്ഞ കൊല്ലമാണെങ്കിൽ ഇസ്രയേൽ, UAE, ബഹ്റൈൻ, മൊറോക്കോ, സൗദി അറേബ്യ ഈ രാജ്യങ്ങളൊക്കെ തമ്മിൽ സഹകരണ ഉടമ്പടികൾക്ക് മുതിർന്നു. 2023 സൗദിയും
ഏറ്റവും വലിയ ലോകത്തിലെ സുന്നി രാജ്യം ആണ് സൗദി. ആ രാജ്യവും ഇസ്രയേലും തമ്മിൽ ഉടമ്പടി ഒപ്പിടാനായിട്ട് 10-12 ദിവസം ബാക്കി നിൽക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ 7-ന് ഹമാസിൻ്റെ ആക്രമണം. ആ ഉടമ്പടി ഒപ്പിടരുത് എന്നുള്ളതായിരുന്നു ആ പശ്ചാത്തലം, സാഹചര്യം അതായിരുന്നു. അപ്പോൾ ഇറാനാണത് ചെയ്യിച്ചത്. അങ്ങനൊരു ഉടമ്പടി ഇസ്രയേൽ അറബ് രാജ്യങ്ങളുമായി, മുസ്ലിം രാജ്യങ്ങളുമായിട്ട് അങ്ങനെ സഹവർത്തിത്വത്തിൽ കഴിയണ്ട എന്ന് ഇറാൻ തീരുമാനിച്ചിട്ട് ഹമാസിനെ കൊണ്ട് ചെയ്യിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഇറാൻ ചെയ്യിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചിത്രം, സിറിയ ഭടന്മാർക്ക് ഇറങ്ങുന്ന ആ ചിത്രം അറബ് രാജ്യങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇസ്രയേലും സൗദിയും തമ്മിലൊരു കരാർ ഒപ്പിട്ടാൽ സമാധാനം, കച്ചവടം, ആ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതും മുസ്ലിങ്ങളുടെ കീഴടങ്ങലായിരിക്കും ഇസ്രയേലിൻ്റെ മുമ്പിൽ എന്ന് ഇറാൻ കരുതി. അങ്ങനെയാണ് ഒക്ടോബർ 7 ആക്രമണം കഴിഞ്ഞ കൊല്ലം ഉണ്ടായത്. അപ്പോൾ ആ ഒക്ടോബർ 7 ആക്രമണത്തിൻ്റെ വാർഷികത്തിന് ഒക്ടോബർ 7-ന്, ഈ ഒക്ടോബർ 7-ന് നാളത്തേക്ക് വെച്ചതായിരുന്നു ഇസ്രയേല് ആ പേജർ സ്ഫോടനങ്ങൾ. അത് ആ പേജർ സ്ഫോടനങ്ങൾ ഹിസ്ബുല്ലയ്ക്ക് ചോർന്ന് കിട്ടി എന്നുള്ള വിവരം ഇസ്രയേലിന് കിട്ടിയപ്പോഴാണ് ഇനി വെച്ച് താമസിപ്പിക്കണ്ട, അന്ന് തന്നെ നടപ്പാക്കിയത്. അല്ലെങ്കിൽ ഈ ദിവസത്തേക്ക് നാളത്തേക്ക് വെച്ചിരുന്ന പരിപാടിയാണ് ആ പേജർ ആക്രമണം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സൂചന കിട്ടിയതുകൊണ്ട് നേരത്തെ ചോദിച്ചു, ഈ ഏപ്രിലും ഒക്കെ ഇറാൻ ആക്രമിച്ചിരുന്നല്ലോ ഇസ്രയേലിനെ. സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിൽ ഇസ്രയേൽ ഒരു ആക്രമണം നടത്തിയിരുന്നു. അത് ഇറാൻ ഗാർഡ്സിൻ്റെ കമാൻഡർമാർ, ജനറൽമാർ ഒക്കെ അതിൽ ചിലർ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ തിരിച്ചടിയാണ് പിന്നെ ഏപ്രിലൊക്കെ ഉണ്ടായത്. ജൂലൈ 31-നാണെങ്കിൽ ഇസ്മയിൽ ഹനിയയെ ഇസ്രയേൽ തീർത്ത് കളഞ്ഞു. ഇസ്മയിൽ ഹനിയയെ തീർത്ത് കളഞ്ഞു. ഇറാനാണെങ്കിൽ 180 മിസൈൽ കഴിഞ്ഞ കൊല്ലം അയച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഇസ്രയേലിൻ്റെ ഊഴമാണ് ഇറാനെ തിരിച്ചടിക്കാനുള്ള, നേരിട്ടുള്ള യുദ്ധമാണല്ലോ. അതുകൊണ്ട് ഒക്ടോബർ 7-ന് എന്ത് സംഭവിക്കും എന്നുള്ളത് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഇസ്രയേലും മറ്റുള്ളവരോട് പറഞ്ഞിട്ടല്ലല്ലോ അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പല സ്ഥലത്തും ഈ മുന്നറിയിപ്പ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ വടക്കൻ ലെബനനിൽ ട്രിപ്പോളിയൊക്കെ ആക്രമിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ ഹിസ്ബുല്ലയിൽ നിന്ന് മറ്റേ വടക്കൻ ലെബനനും തെക്കൻ ലെബനനും മോചിപ്പിക്കുക എന്നുള്ള ഫോക്കസിലാണ് ഇസ്രയേൽ എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ ആക്രമണങ്ങളിൽ നിന്നുള്ളത്. പിന്നെ ഇറാനോട് പകരം ചോദിക്കാനുണ്ട് 450 മിസൈൽ അയച്ചതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഒക്ടോബർ 7. സാർ, ഈ ലോകത്തെ അമ്പരപ്പിക്കുന്ന നീക്കങ്ങളാണ് എല്ലായ്പ്പോഴും മൊസാദും ഇസ്രയേലും നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാർഷിക ദിനത്തിൽ അവർ ചിലപ്പോൾ ഒരു ദിവസം അങ്ങോട്ട് നീക്കുകയോ ഒരു ദിവസം മാറ്റിയോ വെച്ചിട്ടുണ്ട് ഞെട്ടിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടല്ലോ. കാരണം ഒരാൾക്കും പ്രവചിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടല്ലേ ഇസ്രയേലിന് ഇത്രയധികം ആരാധകർ എന്നുള്ളത്. അതെ, പേജർ മാത്രമല്ല, വാക്കി ടോക്കി ഇങ്ങനത്തെ സംഗതികളെല്ലാം സംഭവിച്ചു പോയി. ഇപ്പോൾ വിമാനങ്ങളിൽ ഞാൻ വായിച്ചിരുന്നു, ഈ UAE അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിമാനങ്ങളിൽ പേജർ ഉപയോഗിക്കാൻ പാടില്ല, വാക്കി ടോക്കി ഉപയോഗിക്കാൻ പാടില്ല, നിയന്ത്രണം ഏർപ്പെടുത്തി. നിയന്ത്രണം വന്നായിട്ട് ഞാൻ ഇന്നലെ വായിച്ചിരുന്നു. അപ്പോൾ ലോകത്തിനെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കിയൊരു സംഭവമാണ് അത് തന്നെ. അത് 7-ാം തീയതിയിലേക്ക് വെച്ചതാണ്. പക്ഷേ അവരുടെ ആവനാഴിയിൽ പ്ലാൻ A, B, C എന്ന് പറഞ്ഞ് Z വരെ ഉണ്ടാകുന്ന രാജ്യമാണ്. പിന്നെ ഒരുപാട് പേരോട് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇസ്രയേൽ എന്ന് പറയുമ്പോൾ. 1 കോടിയിൽ താഴെ മനുഷ്യരെ അവിടെ ഉള്ളൂ. പിന്നെ പൊട്ടന്മാരൊന്നുമില്ല ജൂതന്മാർക്കിടയിൽ, എല്ലാം ബുദ്ധിയുള്ളവരാ. അതെ. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരോട് ചോദിച്ചിട്ടൊന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അവർക്കില്ല. അതുകൊണ്ട് ലോകം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.